ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ്. ഇന്ന് ഹാപ്പിക്കുട്ടന്റെ വീഡിയോ ആണ് അല്ലേ? ഹാപ്പിക്കുട്ടന്റെ ഒരു ദിവസത്തെ ജീവിതം അതാണ് ഇന്ന് കാണിക്കുന്നത്. എന്നോട് ആരൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ, ഹാപ്പിക്കുട്ടന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കമന്റ് വരും, പിന്നെ മെസ്സേജ് ഒക്കെ അയച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇല്ലടാ നിനക്ക് എന്തൊരു ഡേ. അപ്പോൾ ഹാപ്പി രാവിലെ എന്ത് ചെയ്യുന്നു, ഹാപ്പി ഉച്ചയ്ക്ക് എന്ത് ചെയ്യുന്നു, രാത്രി എന്ത് ചെയ്യുന്നു, ഇതൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് അല്ലേ? ഹാപ്പി രാവിലെ എണീറ്റിട്ട് സാധാരണ എന്താ ചെയ്യുന്നത്? രാവിലെ എണീറ്റ് ഹാപ്പി കഥ ഓർന്ന് ഈ സിറ്റോട്ടിൽ വന്ന് ഇങ്ങനെ നോക്കിയിരിക്കും കുറെ നേരം. ഒരു പട്ടികളെ ഇതുവഴി കണ്ടില്ലല്ലോ, ആരും ഇതുവഴി പോന്നില്ലല്ലോ എന്ന് ആലോചിച്ച് കുറെ നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കും. പിന്നെ എന്റെ കൂടെ അടുക്കള വരും. അടുക്കള വന്ന് ഞാൻ ജോലി ചെയ്യും, ഹാപ്പി ഇങ്ങനെ നോക്കി കിടക്കും. എന്നിട്ട് രാവിലെ ഞാൻ കാപ്പി ഉണ്ടാക്കുമ്പോൾ ഒരു കസാര എടുത്തിട്ട് കൊടുത്തിട്ട് മക്കൾ അതിൽ കയറി ഇരിക്കാൻ പറയും. അപ്പൊ അതിന്റെ അകത്ത് കയറിയിരിക്കും. രാവിലെ ഇങ്ങോട്ട് മക്കളെ ഇങ്ങോട്ടൊന്ന് അവിടെ ഇരുന്നാണ്. ഓ പിന്നെ പേടിക്കാൻ നിങ്ങൾ പിടിക്കണം, കൈ പൊക്കണം, വാലാട്ടണം. എനിക്ക് മക്കൾ രാവിലെ എന്ത് ചെയ്യുന്ന? രാവിലെ എന്തെങ്കിലും കടിച്ചു കീറാനുണ്ടോ എന്ന് നോക്കും. ഒന്നും കിട്ടിയില്ലെങ്കിൽ അച്ഛന്റെ മുണ്ടേക്ക് കടിക്കും. രാവിലെ എന്തെല്ലാം ചെയ്യുന്ന ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നെ അമ്മച്ചി അടുക്കളയിൽ നിന്ന് ഉറക്കം വരുന്നവന് ഹാപ്പി, അമ്മച്ചി പിന്നെ അടുക്കളയിൽ നിന്ന് ഹാപ്പി മൊത്ത എന്ന് പറയുമ്പോ ഒറ്റ ഓട്ടത്തിന് കൊച്ചങ്ങ് വരും. ഇങ്ങോട്ട് വരോ? അങ്ങോട്ട് വരലെത്തി ഈ മന്തിയമ്മ. പിന്നെ കൈത മക്കൾ ചിറാപ്പുഞ്ചി മഴയത്ത് അവിടെ നോക്കിയല്ലോ ഇപ്പൊ തിറങ്കൈ നിലാവഞ്ചി തുരഞ്ഞെത്ത്. മോൻ കൈ ഹാപ്പിയുടെ കളിപ്പാട്ട് എന്ത് നോക്കൂ, എല്ലാം അറിയണ്ട. മക്കളെ കളിപ്പാട്ടം എന്ത്? അമ്മ നേരത്തെ കൈ ചോദിച്ചില്ല, അറിയാം കൈ വേനത്തെ മുമ്പേ കൊടുത്തറ ആ കളിപ്പാട്ടം സൺഡേ. ബോളെവിടാ മക്കളെ? ബോൾ എന്ത്? ബോൾ എടുക്കാൻ പോവാ കൊച്ച്. ബോൾ എടുക്കാൻ പോയതാ, പക്ഷെ അവിടെ ഇല്ല. എടുത്തോളിപ്പിച്ച് എടുത്തിട്ട് വരുന്നു. അയ്യോ മക്കളുണ്ടോ? അതല്ല മക്കളെ ബോൾ എവിടാ? എന്റെ ബോൾ എടുത്തോളിപ്പിച്ച് വെച്ചിട്ട് പറ്റിക്കാൻ നോക്കുന്ന കാത്തിക്ക് ഞാൻ പറഞ്ഞ കേക്കും. അല്ല കൊച്ചു പറഞ്ഞ കേക്കും. കൊച്ചുവിനെ പോയി വിളിക്കാൻ പറഞ്ഞ പടിയാതൊക്കെ ചെന്ന് കഥവും രണ്ടിടിയൊക്കെ ഇടിക്കും. ഹായ്, ഞാൻ എന്നെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ പേരാണ് ഹാപ്പി. എനിക്കാരാ ഈ പേരിട്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ അമ്മ എപ്പോഴും പറയും ഹാപ്പി എന്നുള്ള പേര് കറക്റ്റ് ആണ്. ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് 1.5 വർഷമായി, പക്ഷെ ഞാൻ ജനിച്ചപ്പോ എത്ര ഉണ്ടോ അത്ര ഉള്ളു ഇപ്പോഴും. അതാണ് എന്റെ ആകെയുള്ള വിഷമം. അതൊക്കെ വിട്. ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാമേ. രാവിലെ എണീറ്റ് ഏതെങ്കിലും ഒരു പൂച്ചടമോ ഇതുവഴി പോണുണ്ടോന്ന് നോക്കും. ഷേ, ഇന്ന് ആരെയും കണ്ടില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു. ഇപ്പൊ ഇതുവഴി ഒരു പട്ടിക്കുത്തന്മാരെയും പൂച്ചക്കുട്ടി കാണാനില്ല. ഷോ, എല്ലാരും പേടിച്ചു. ഞാൻ ഒരു സംഭവം തന്നെ. പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പോയിട്ട് തിന്നാൻ വല്ലതും കിട്ടുമെന്ന് നോക്കും. അപ്പോഴത്തേക്ക് അമ്മ എനിക്ക് ഫുഡ് എടുത്ത് വെച്ച് കാണും. അങ്ങനെ ഞാൻ അതൊക്കെ തിന്നും. ഇപ്പൊ ഇത് മാത്രമുള്ള എന്റെ കളിപ്പാട്ടം. ബാക്കിയെല്ലാം ഞാൻ കടിച്ചു നശിപ്പിച്ച്. ഒരു കോഴിക്കുഞ്ഞുണ്ടായിരുന്നു, പ്ലാസ്റ്റിക്കിന് ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ട് ഞാനതെല്ലാം തിന്നു. അന്ന് അമ്മ എന്നെ പത്തല് വെട്ടി അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്നാലും അമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും എന്റെ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ എവിടെ പോയാലും ഞാൻ അവിടെ കാണും. ഒരു മിനിറ്റ് പോലും എനിക്ക് മാറിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ബാക്കി വിശേഷം അങ്ങോട്ട് കാണാമേ. നല്ല ആളുടെ കയ്യില പെരുപ്പിക്കാൻ കൊടുത്ത പൊക്കിട്ടോള്. ഓ ഓ കഴിഞ്ഞു, കളി കഴിഞ്ഞു. ഇങ്ങനെ കളിപ്പിക്കണം. ഒരു ദിവസം ചാടയോടെ വേണം. അല്ല എന്നിട്ട് കഴിക്കുവോ? കണ്ട ഇപ്പൊ കിതച്ചു, കണ്ട കളിച്ചു ഊപ്പോഴും. ഇപ്പൊ നല്ല ആക്റ്റീവ് ആയില്ലേ, ഓണായില്ലേ? പോടാ അവിടെ ഇപ്പൊ ശ്വാസം മുട്ടി ചത്തേനെ. നാക്കൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്ന? നിന്റെ കൂടെ അടികൂടുള്ള പ്രാണി ഇപ്പൊ എനിക്കില്ല. ഞാൻ പോയി കിടക്കട്ടെ. ഹാപ്പിക്ക് മുട്ട കൊടുക്കണം കേട്ടോ, പക്ഷെ ഈ മുട്ട അവനെ വിളിക്കണ്ട. ഇതിവിടെ തട്ടി സൗണ്ട് ഉണ്ടാക്കി അവ ഇപ്പൊ വരും. കണ്ട, അത് മുട്ടയാണ് പൊട്ടിച്ചെന്ന് അവനെ അറിയാം. അതാണ് വന്നിരിക്കുന്നത്. കണ്ട എന്തൊരു വേണം? കണ്ട വന്നിരുന്ന് മുട്ട വേണോ?
ഇവിടെ ഇരി തരാം. ഇവിടെ കയറി ഇരി. അവിടെ ഇരി. ഇവിടെ ഇരുന്നാ തരാം. അവിടെ ഇരി. ഇവിടെ കയറി. ആ അവിടെ ഇരി. ഇരുന്ന തരാം. ഇരി അവിടെ. അവിടെ ഇരി. ഹാപ്പിക്ക് ഏറ്റവും ഇഷ്ടം എന്തുവാ തിന്നാൻ? മൊറ്റ, ചിക്കൻ, പിന്നെന്തരാ? ആ പിന്നെ നമ്മള് തിന്നുന്നതല്ല. ഹാപ്പിക്ക് എന്ത് തിന്നാ ഇഷ്ടം? അമ്മച്ചീനട്ടാ? അമ്മച്ചീനട്ടാ? അയ്യോ വെള്ളം വീഴുന്നത് കൊതി. അവിടെ ഇരി. അവിടെ ഇരി. അവിടെ ഇരി. തരാ തരാ തരാ. ഒരു മുട്ടയൊക്കെ ഒരു കപ്പിനകത്താക്കും കേട്ടാ. ഒരെണ്ണം കൊടുക്കണോ? മുറിച്ചു കൊടുക്കാം. ഒരെണ്ണം കൊടുത്ത തൊണ്ടായിരിക്കോ? അയ്യോ എന്തൊരു കൊതി ദൈവമേ. ഇപ്പോഴാണ് ഇവനെ തൊട്ട ഇപ്പൊ കടിക്കും. കൊണ്ടുവച്ച് തിന്നു. തട്ടി തറയിട്ടടേ. സാധാരണ മുറിച്ചാ കൊടുക്കുന്ന. തീർന്നു. ഒരു മുട്ട തീർന്നു. ഒരു ദിവസം മുട്ട ചലഞ്ച് ചോദിക്കണം. 5 മുട്ട കൊച്ചു, 5 മുട്ട ഹാപ്പി. ആര് ജയിക്കുന്നത്? ഹാപ്പി ജയിക്കും. അയ്യോ എന്റെ വീട്ടിൽ ബോംബ് വെച്ചേക്കുന്നേ. കാറാണോ? അയ്യോ കാറിൽ ബോംബ് വെച്ചേക്കുന്നേ. എന്താ കാറിൽ കുരുവി വിറ്റോടക്കണോ? സോറി ഇതെന്നെ കൊണ്ട് മാത്രം കൂട്ടിയെ കൂടൂല. നീ പോയാ കണ്ടം പൂച്ചകളെ വിളിച്ചിടുവാ. വണ്ടി ഇപ്പൊ പൊട്ടിത്തെറിക്ക് നോക്കുന്നു. ഇനി സമയമില്ല. ഇനി ഒരേ ഒരു വരിയേ ഉള്ളൂ. ഇപ്പൊ കാണിച്ചു തരാം. മൂത്രമൊഴിക്കുമല്ലേ? എന്റെ അടുത്താ കളി. ഇനി ഈ ബോംബ് എങ്ങനെ പൊട്ടുന്നേന്ന് എനിക്കൊന്ന് കാണണം. കൊച്ചു എങ്ങനെ ഉണ്ടടാ എന്റെ ബുദ്ധി? കുറച്ചു മൂത്രം കൂടെ ബാക്കിയുണ്ട്. ഇനി വേറെ എവിടെയെങ്കിലും ബോംബിട്ടേക്ക് പറ, ഞാൻ വന്ന് ഒഴിക്കാം. ഓക്കെ ഹാപ്പിക്കുട്ടന് ഉച്ചക്ക് ചോറ് കൊടുക്കുകയാണ്. ഉച്ചക്ക് എന്തിനാ സാധാരണ കൊടുക്കുന്നത്? എന്ന് ചോറ് തന്നെ? ഉച്ചക്ക് അവന് ചോറാണ്. രാവിലെ ഒരു മുട്ട കൊടുത്ത്, രാത്രി അവന്റെ ഫുഡ്. ഒരു നേരമല്ലേ മറ്റേ ഫുഡ്, പാക്കറ്റ് ഫുഡ് ഒരു നേരം കൊടുക്കത്തുള്ളൂ അവന്. പിന്നെ ചോറ് കൊടുക്കും. പിന്നെ ഞങ്ങൾ കഴിക്കുമ്പോഴത്തേനൊക്കെ ഇവൻ വന്നിങ്ങനെ നിൽക്കും. നമ്മളെന്ന് മേടിച്ച് കഴിച്ചിട്ടേ പോകും. അതുകൊണ്ട് ഓവറായിട്ട് ഫുഡ് കൊടുക്കാനും പറ്റൂല. പിന്നെ എല്ലാം കഴിക്കുക. പിന്നെ കൊടുക്കാത്ത ഫുഡ് നമ്മള് ചോക്ലേറ്റ്, മധുരം സാധനങ്ങളൊന്നും കൊടുക്കത്തില്ല. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി ഹാപ്പിയെ കുളിപ്പിക്കാൻ പോവാ കേട്ടോ. കുളിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സെറ്റ് അടി കയറും. ബാ കുളിക്കാം, ബാ കുളിപ്പിച്ച ഹാപ്പി കുട്ടനെ കുളിപ്പിച്ച ബാ. ഇവൻ എത്ര കിലോ വെയിറ്റ് ഉണ്ട് ഇപ്പം? ഒരു അന്ന് നോക്കിയപ്പോ ഒരു 6-7 കിലോ വെയിറ്റ് ഇല്ലായിരുന്നു ഇവന്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പൊ അത്യാവശ്യം വളർന്ന് ചെറുക്കം വലിയ ചെറുക്കനായി. പക്ഷെ അരി അടിക്ക് മേലോട്ട് പൊക്കം വെക്കുന്നില്ല. വെയിറ്റ് ഉണ്ട്. വളർന്നതിന്റെ സിഗ്നൽ ഉണ്ട്. സിഗ്നൽ എന്തോന്ന്? അതെന്തിനാ സംഭവം എന്നറിയാവോ? ഇവനെ നേരത്തെ ഇങ്ങനെ സാധാ പട്ടികളെല്ലാം ഇങ്ങനെ കാല് പൊക്കിയില്ല ഇങ്ങനെ പെടുക്കുന്ന. ഇവനറിയത്തില്ലായിരുന്നു കാല് പൊക്കിയാണ് ആമ്പട്ടികൾ പെടുക്കണേന്ന്. ഇവനെ ഒരു ദിവസം നമ്മള് താഴെ തോട്ടി കുളിക്കാൻ കൊണ്ടുപോയേ. അതുവഴി പോയൊരു പട്ടി ഇങ്ങനെ കാല് പൊക്കി പെടുക്കണ ഇവൻ കണ്ട്. എന്റെ കയ്യിൽ അന്നേരം കുറച്ചായിരുന്നു. അത് കണ്ടിട്ട് വീഡിയോക്കകത്ത് അങ്ങനെ. എന്നിട്ട് ഇവൻ വീട്ടിൽ വന്നിട്ട് അതുപോലെ കാല് പൊക്കി പെടുക്കുന്നത്. അതുവരെ അവനെ അറിയത്തില്ലായിരുന്നു ആമ്പട്ടികൾ ഇങ്ങനെ കാല് പൊക്കിട്ട് പെടുക്കണേന്ന്. ഇപ്പൊ പഠിച്ചു. ഇപ്പൊ കാല് പൊക്കി അല്ലേ? നമ്മള് പ്രായപൂർത്തിയായി. ഒരു വെറൈറ്റി സംഭവം. അപ്പൊ ഹാപ്പി അതുപോലെ ചെയ്ത് അങ്ങനെ കാണിച്ചെന്നുള്ളത്. ഇത് എന്ന് യൂസ് ചെയ്ത്, ഇത് ആഴ്ചയിൽ മാത്രമേ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്യത്തുള്ളൂ. ഇത് മറ്റേ ചെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഷാമ്പു. പിന്നെ അല്ലാതെ കുളിപ്പിക്കുമ്പോൾ എടുക്കുമ്പം, അല്ലാത്ത ദിവസം കുളിപ്പിക്കുമ്പം ഈ ഒരു ഷാമ്പുവും എടുക്കും. എങ്ങനെ പോയ ഹാപ്പി ആയിരുന്നു, ഇപ്പൊ ഇങ്ങനെ ആയി. കുളിപ്പിക്കുമ്പോ ഒട്ടും വലിയ ചിരി കാണത്തുള്ളൂ അല്ലേ? പാട്ടുംകുട്ടിയുടെ കണക്കിരിക്കുന്നത്. ഞാൻ ആട്ടുംകുട്ടിയാണ്, നീ എന്നെ എന്റെ ബിരിയാണി വെച്ച് തിന്നാനേ. കുളിച്ചപ്പോ സുഖം ഉണ്ടാ? തുണി അലക്കുമ്പോൾ അലക്കിയിട്ട് സുഖം ഉണ്ടാന്ന്. ഇനി ഇച്ചിരി നേരത്തേക്ക് ഇച്ചിരി വെകിളിയായിരിക്കും. ഇപ്പൊ അങ്ങോട്ട് കുളിപ്പിച്ചതേ ഉള്ളു.
കാണിക്കുന്ന നോക്കിയാണ് തറ കിടന്നുണ്ട്. നീയൊക്കെ ട്രെയിൻ പോണത് കണ്ടിട്ടുണ്ടോടാ? വേണ്ട എന്നാ നോക്കിക്കോ. ഞാൻ ഒന്നും പറഞ്ഞില്ല. കാണിക്കുന്ന നോക്കിയാണ്. ദേഷ്യം ഞാൻ എടുക്കും. താടാ എന്റെ തുണിയല്ലേ, നിന്റെ മണിച്ചിത്ര താഴെ ഞാൻ ഇപ്പൊ പറിച്ചെടുക്കും. താടാ താടാ എടുക്ക് എന്റെ തുണി. എന്താ എന്താ വീട്ടിനകത്തെ കിടക്കുന്നതിനകത്ത് ചുടുന്ന തുണിയാ. ഇത് കണക്ക് അവന്റെ മെത്തയുണ്ട്. അതും ആരെങ്കിലും ഒന്ന് എടുത്തു നോക്കി. ഞാൻ ആ മെത്ത എടുത്തിട്ട് വരാം. അപ്പക്ക് സ്നേഹമില്ല. ഇതിലൊന്നും തൊട്ടാ ഇപ്പം കടിക്കും. തൊടി ഞാൻ അത് എടുക്കും. ഓക്കെ ഗൈസ്, നമുക്കിനി ഹാപ്പിൻ്റെ കൂടെ സാറ്റ് കളിക്കാം. ഹാപ്പി സാറ്റ് കളിക്കാം. ഈ സാധനം എടുത്ത് എറിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി ഒളിച്ചു കഴിഞ്ഞാൽ ഇവൻ നമ്മളൊന്ന് കണ്ടുപിടിക്കും. ഒളിച്ച് അമ്മയോടെ ഒളിച്ച്. ഓഹോ, അമ്മച്ചി എന്തി? മേലുവോ അമ്മച്ചി ഒളിച്ച്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു ഡേ. ഇനിയും കുറെ വിശേഷങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് പിന്നെ ഒരു ദിവസം പറയാം. ഇനി ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. അയ്യോ, ഉമ്മ തരാൻ മറന്നുപോയി. വേണ്ട ഇന്നാ ഉമ്മ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെന്താ സബ്സ്ക്രൈബും ചെയ്യണം. ടാറ്റാ.